അല്ല ഈ സഞ്ജുവിനടക്കമുള്ള ആളുകൾ ഒഴിവാക്കാൻ പറയുന്ന ചില ന്യായങ്ങൾ നമുക്ക് ഭയങ്കര ഇല്ലോജിക്കലായി ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അദ്ദേഹം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ മാറ്റുന്നത്, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മിഡിൽ ഓർഡറിലാണ് ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റെക്കോർഡുകളൊക്കെ ഉള്ളത്. അടിച്ചിട്ടുള്ള 500-ൽ 300-ലധികം റൺസ് പിന്നെ മിഡിൽ ഓർഡറിൽ കളിച്ചിട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് T20 നടക്കുന്ന സമയത്ത്. T20 അദ്ദേഹത്തിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മിഡിൽ ഓർഡറിലേക്ക് കിടക്കുന്നത് ശുഭ്മാൻ ഗിൽ വന്നു എന്നാണ് അതിന് റീസണായി പറയുന്നത്. ഇതൊക്കെ ഇല്ലോജിക്കലായിട്ടാണ് സാധാരണ തോന്നാറുള്ളത്. അല്ല, ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് ഞാൻ പറയില്ല, ഒരു നല്ല കാര്യമാണ്. അത്രയും നല്ല ബാറ്റ്സ്മാൻ ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. ഇപ്പോൾ ഒരു 4 സ്പോട്ടിന് വേണ്ടി ഒരു 8-9 കളിക്കാർ, അതിലെല്ലാവർക്കും അർഹിക്കേണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ അവരുടെ പല സ്റ്റേജിലുള്ള അവരുടെ പെർഫോമൻസ്. ഇപ്പോൾ സഞ്ജു 3 സെഞ്ചുറിയാണ് കഴിഞ്ഞ സീസൺ അടിച്ചത് T20. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ, ജയ്സ്വാളിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഗില്ലിൻ്റെ റെക്കോർഡ് എല്ലാ ഫോർമാറ്റിലും വളരെ നല്ലതാണ് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ആരെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അത് സെലക്ടേഴ്സിന് അത് ഒരിക്കലും എളുപ്പമായിട്ടുള്ളൊരു തീരുമാനമല്ല ശരിക്കും. ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പിന്നെ പൊതുവെ ഉയർന്ന വിമർശനങ്ങളിലൊന്നായിരുന്നു ഈ ഹർഷിത് റാണയുടെ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ 3 ഫോർമാറ്റിലും കളിക്കുന്നത് ഹർഷിത് റാണയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇത് ഞാൻ ഏകദേശം 20 കൊല്ലം മുമ്പ് VRV സിംഗ് എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു പഞ്ചാബിൽ നിന്ന്. ഗ്രെഗ് ചാപ്പിൽ ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു ലോജിക്കലായിട്ട് നമുക്ക് ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു ഭയങ്കര വിശ്വാസമായിരുന്നു VRV സിംഗ്. ശ്രീശാന്തിൻ്റെ ഏകദേശം അതേ സമയത്താണ് സ്ക്വാഡിലുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി 2006. അപ്പോൾ ഈ ഹൈറ്റും ഉണ്ട്, നല്ല ബൗൺസും കിട്ടും. പക്ഷേ എന്താ പറയുക, ഒരു ഗെയിം ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നില്ല VRV സിംഗിന്. ഒരു ലൈനും ലെങ്ത്തും കൺസിസ്റ്റൻസി ഒന്നുമില്ല. അതുപോലത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഹർഷിത് റാണയിലും കാണുന്നത്. പൊട്ടൻഷ്യൽ ഉണ്ട്, 140ൻ്റെ മേലെ എറിയാൻ പറ്റും, ബൗൺസ് കിട്ടും. ആ ട്രാവിസ് ഹെഡിനെ ഔട്ടാക്കിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പെർത്ത് ടെസ്റ്റിലൊരു ഓഫ് കട്ടറായിരുന്നു. അത് അങ്ങനെ ബോൾ ചെയ്യാനും പറ്റും, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ അവർ ജസ്റ്റ് ആ പൊട്ടൻഷ്യലിൻ്റെ പേരിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എത്രത്തോളം കാലം പൊട്ടൻഷ്യലിൻ്റെ പേരിൽ ഒരു കളിക്കാരനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉയർത്തും അത്.